الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വളരെ വിദൂരമായ ഈ ദ്വീപിൽ, ഈ കിൽത്താൻ ദ്വീപിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള പടച്ചവന്റെ ഒരു ഭവനം ബൈത്തുർ റഹ്മ, മസ്ജിദുർ റഹ്മ ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഓരോ നീക്കങ്ങളിലും പങ്കെടുത്ത ആളുകൾ അനുഗ്രഹീതരാണ്. ധാരാളം പള്ളികൾ ഈ ദ്വീപിലുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പടച്ചവൻ മാത്രമാണ് ആരാധനക്കർഹൻ, മറ്റൊരാളെയും നമ്മൾ ആരാധിക്കാനോ വിളിച്ചു പ്രാർത്ഥിക്കാനോ പാടില്ല എന്നതാണല്ലോ അടിസ്ഥാനപരമായി ഒരു മുസ്ലിമിന്റെ ആദർശം. അത് സ്വയം ഉൾക്കൊള്ളാനും ഈ ദ്വീപിലെ സമൂഹത്തിനിടയിൽ അത് പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഒരു മഹത്തായ ഭവനം ഇന്ന് ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഖുതുബയായി സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അനുഗ്രഹമായി നൽകിയ ഒട്ടനേകം സൽസ്വഭാവങ്ങളുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് തന്നെ ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും ഉത്തമമായ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്, എന്നെ പ്രവാചകനായി നിയോഗിച്ചയച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ ഒരു വചനമാണ് ആദ്യം ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഖുൽ യാ ഇബാദിയല്ലദീന ആമനു ഇത്തഖൂ റബ്ബക്കും, എന്റെ വിശ്വസിച്ച അടിമകളെ, ഈമാൻ ഉൾക്കൊണ്ട അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കണം. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന, ഈ ദുനിയാവിൽ നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അവർക്ക് ഈ ദുനിയാവിലും മരണാനന്തര ജീവിതത്തിലും അവർക്ക് നന്മയുണ്ട്. മരണാനന്തര ജീവിതത്തിലെ
എന്ന് പറയുന്നത് ഹുസ്ന, അത് സ്വർഗമാണ്. അവിടെ ജസാഇന്റെ വീടാണ്, അമലിന്റെ വീടല്ല. എന്നാൽ ഐഹിക ജീവിതത്തിലുള്ള ഹസനത്ത് അത് നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഇസ്സത്തും നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹവും നിങ്ങളുടെ ആരോഗ്യത്തിലും സമ്പത്തിലും നിങ്ങളുടെ അറിവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹവുമാണ് ആ ഹസനത്ത് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅർദുല്ലാഹി വാസിഅ ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ ഭൂമി അതിവിശാലമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും നിങ്ങളുടെ സ്വാതന്ത്ര്യം പരിപൂർണമായും ഹനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ വിശാലമായ ജീവിതത്തിന് സൗകര്യപ്പെടുന്ന ഒരു പ്രദേശത്തേക്ക് നിങ്ങൾ ആ പ്രദേശം തേടി പോവുക. ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലരായ ആളുകൾക്ക് അല്ലാഹു കണക്കറ്റ പ്രതിഫലം കൊടുക്കും. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകിക്കൊണ്ട് നമ്മളെ പരീക്ഷിക്കും. ശർറ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടും നമ്മളെ പരീക്ഷിക്കും. ഒരുപാട് ഖൈർ അല്ലാഹു നൽകുമ്പോൾ ആ ഖൈറിന് നമ്മളിൽ നിന്നുണ്ടാകേണ്ട പ്രതികരണം ശുക്റാണ്. അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളെ പിടികൂടുമ്പോൾ, അങ്ങേയറ്റത്തെ വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷമ കൊണ്ട് അതിനെ നേരിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഹദീസിൽ, ആ ഹദീസ് ഉദ്ധരിക്കുന്നത് സുഹൈബ് റളിയല്ലാഹു അൻഹു ആണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജബൻ ലിഅംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബത്തുഹു സറഅ ശകർ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തുഹു ലറഅ സബർ ഫകാന ഖൈറൻ ലഹു. ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം വളരെ അത്ഭുതകരമാണ്. ഒരു മുസ്ലിമിനല്ലാതെ ഈ രൂപത്തിലുള്ള ഒരു ജീവിതം അവകാശപ്പെടാനില്ല. അവന്റെ ജീവിതത്തിൽ സന്തുഷ്ടമായ, സന്തോഷമുണ്ടാക്കുന്ന, ആഹ്ലാദമുണ്ടാക്കുന്ന സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനൊക്കെ അവസരമൊരുക്കി അള്ളാഹുവിന് അവൻ നന്ദി കാണിക്കണം. എന്നാൽ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, മറ്റു വിധത്തിലുള്ള ഭൗതികമായ ഞെരുക്കങ്ങൾ അവനെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ ക്ഷമ അവലംബിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിച്ചു മടങ്ങും. അങ്ങനെയുള്ള മുഅ്മിന്റെ കാര്യം മഹാ അത്ഭുതമാണ്. ഇതൊരു മുഅ്മിനിന് മാത്രമേ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വേറൊരു ഹദീസിൽ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിന അസ്-സബ്ർ. ഒരു മനുഷ്യന് നൽകപ്പെട്ട ദാനത്തിൽ, ഒരു മനുഷ്യന് നൽകപ്പെട്ട അനുഗ്രഹത്തിൽ ക്ഷമയോളം വലിയ അനുഗ്രഹം വേറെ ഇല്ല. വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിന അസ്-സബ്ർ. ക്ഷമയേക്കാൾ മെച്ചപ്പെട്ടതും വിശാലവുമായ ഒരു ഖൈർ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ നാം ക്ഷമ അവലംബിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ, പ്രത്യേകിച്ച് മുവഹിദുകൾ, അള്ളാഹുവിന്റെ ദഅവത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രബോധനം നടത്തുന്ന ആളുകൾ, പടച്ചവന്റെ ദീന് യാതൊരുവിധ കളങ്കവും ചേർക്കാതെ അതിന്റെ വിശുദ്ധമായ നിലക്ക്, പരിശുദ്ധമായ നിലക്ക് സമൂഹത്തിനിടയിൽ പ്രബോധനം നടത്തുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ട ഒന്നാണ് ക്ഷമ. അത് അവന്റെ ഹൃദയത്തെ നന്നാക്കും, അവന്റെ പ്രവർത്തനങ്ങളെ നന്നാക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഗാബുനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതൊരു മുസീബത്തും അത് പടച്ചവന്റെ അറിവോടെയാണ്. പടച്ചവനെ അറിയാതെ നിങ്ങൾക്ക് ഒരു ഖൈറും സംഭവിക്കുന്നില്ല. പടച്ചവനെ അറിയാതെ നിങ്ങൾക്ക് ഒരു ഷർറും സംഭവിക്കുന്നില്ല. എല്ലാ ഖൈറും എല്ലാ ഷർറും മിനല്ലാഹി സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ. ആരാണോ അടിയുറച്ച് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ
ആ ആളുകൾക്ക് അള്ളാഹു നേരായ വഴിയിലേക്ക് വഴി കാണിക്കും. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പൊ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് നേരായ മാർഗം എവിടെയാണുള്ളത് അതിലേക്ക് എത്തിപ്പെടാനും ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും അവർക്ക് സാധിക്കും. മാത്രമല്ല, ക്ഷമ എന്ന ഒരൊറ്റ സ്വഭാവം കൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് മറ്റെല്ലാ കർമ്മങ്ങളെക്കാളും അവന്റെ അമലുകളെക്കാളും ഉയർന്ന പദവികളിൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ത്യാഗങ്ങൾ, അവന്റെ ജുഹൂദ്, അവന്റെ പരിശ്രമങ്ങൾ, ഇതിനൊക്കെ പുറമെ അതിനേക്കാൾ വലിയ പദവികളിൽ അവൻ ക്ഷമാശീലനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ അവൻ എത്തിപ്പെടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നർ റജുല ലയകൂനു ലഹു ഇൻദല്ലാഹി അൽ മൻസില. ഒരാൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അതിമഹത്തായ പദവി ഉറപ്പാണ്. ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവി ഉറപ്പായിരിക്കുന്നു. ഫമാ യബ്ലുഗുഹാ ബിഅമലിൻ. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് ആ സ്ഥാനത്ത് അവൻ എത്താൻ സാധ്യമല്ല. അവന്റെ ജീവിതത്തിൽ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്ന ഒട്ടനേകം സംഭവ വികാസങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കും. ഹത്താ യബ്ലുഗഹു ഇയ്യാഹാ. അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ച ഈ അത്യുന്നത പദവികളിൽ ഈ പരീക്ഷണങ്ങളിലുള്ള അവന്റെ ക്ഷമ കൊണ്ട് അല്ലാഹു അവിടെ എത്തിക്കും. ഇപ്പൊ സഹോദരന്മാരെ, പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളെയും ആ നിലക്ക് നേരിടുകയും തന്റെ അടുത്തോട് അവയെ സമീപിക്കുകയും ചെയ്താൽ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിപ്പെടാത്ത ഉയരങ്ങളിൽ ക്ഷമ കൊണ്ട് മഹാപദവികളിൽ സ്വർഗത്തിലെത്താൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മനുഷ്യ ജീവിതത്തിൽ ബാധിക്കുന്ന ഓരോ മുസീബത്തുകളും ഓരോ പ്രയാസങ്ങളും അതവന് ഗുണകരമാണ്. കാരണം അതുകൊണ്ട് അവന്റെ ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുറ്റങ്ങൾ, മനുഷ്യൻ കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഇന അത്തവാബുൻ. ആദമിന്റെ മക്കൾ തെറ്റ് ചെയ്യുന്നവരാണ്. കുറ്റം ചെയ്യാത്ത ആളുകളാണ് ഭൂമിയിൽ മുഴുവൻ ഉള്ളതെങ്കിൽ അവരെ മുഴുവനും ഭൂമിയിൽ നിന്ന് നീക്കി പകരം അള്ളാഹുവിനെ കുറ്റം ചെയ്യുന്ന, തെറ്റുകൾ സംഭവിച്ചു പോകുന്ന മനുഷ്യരെ അള്ളാഹു ഭൂമിയിൽ കൊണ്ടുവരുമെന്നും അങ്ങനെ അവർ കുറ്റം ചെയ്യുമെന്നും എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തലക്കുമെന്നും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരായാൽ തെറ്റ് സംഭവിക്കും. ആ തെറ്റ് സംഭവിച്ച ആളുകൾ ആ തെറ്റിൽ നിന്ന് അവർക്ക് മോചിതമാകാനുള്ള ഒരുപാട് വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവന്റെ ഔദാര്യമായി നൽകിയിട്ടുണ്ട്. നമസ്കാരം നിർവഹിക്കുമ്പോൾ അതുകൊണ്ട് കുറ്റങ്ങൾ പൊറുക്കപ്പെടും. നോമ്പ് നോറ്റാൽ ഒരുപാട് കുറ്റങ്ങൾ പൊറുക്കപ്പെടും. ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ച മകനെ പോലെ അവൻ തിരിച്ചു വരും. അതേ പ്രകാരം തന്നെ ഓരോ അമലു സാലിഹാത്തുകൾ ചെയ്യുമ്പോഴും സയ്യിആത്തുകൾ അവരിൽ നിന്ന് ഇല്ലാതെയാകും. അപ്പോൾ ക്ഷമാശീലരായ ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തായ പദവി ആ ക്ഷമ എന്ന സ്വഭാവം കൊണ്ട് മാത്രം കിട്ടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖതീഅത്തുൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തിലും അവന്റെ സന്താനങ്ങളിലും അവന്റെ സമ്പത്തുകളിലും ധാരാളക്കണക്കിന് പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ പരീക്ഷണങ്ങൾക്ക് വിധേയമായ മനുഷ്യൻ പടച്ചവനെ കണ്ടുമുട്ടുമ്പോൾ, പരലോകത്തെത്തുമ്പോൾ ലൈസ അലൈഹി ഖതീഅ, യാതൊരു കുറ്റവുമില്ലാത്ത പൂർണ്ണമായി കുറ്റമുക്തനായ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ കണ്ടുമുട്ടുക. അതുകൊണ്ട് സഹോദരന്മാരെ, പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ജീവിതത്തിൽ ബാധിക്കുന്നുവെങ്കിൽ ആ പരീക്ഷണങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവിന് അവരോട് സ്നേഹമുണ്ട് എന്നതിന് തെളിവാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അല്ലാഹു ഇഷ്ടപ്പെട്ട അവന്റെ അടിമകൾക്ക് കൂടുതൽ അവരെ സ്ഫുടം ചെയ്തെടുക്കാൻ, കൂടുതൽ അവരെ വിശുദ്ധരാക്കാൻ, കൂടുതൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് സാമീപ്യമുള്ളവരാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരീക്ഷണം നൽകിക്കൊണ്ടിരിക്കും. മാത്രമല്ല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ഇളമൽ ജസാഇ മിൻ ഇളമിൽ ബലാ. ഏറ്റവും വലിയ കൂലി ഏറ്റവും ഗുരുതരമായ പരീക്ഷണങ്ങളിൽ നിന്നാണ്. ഏറ്റവും
ഏറ്റവും വലിയ കൂലി മനുഷ്യന് ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുമ്പോഴാണ്. ഏതെങ്കിലും ഒരു സമൂഹത്തെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതെങ്കിലും ഒരു സമൂഹത്തെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അവർക്ക് പല പരീക്ഷണങ്ങളും, അവരുടെ ജീവിതത്തിൽ പല ഇടങ്ങേറുകളും വരും. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പല സ്വാതന്ത്ര്യങ്ങളും തടയപ്പെടും. നിങ്ങളുടെ ആഹാര സാധനങ്ങളിൽ, നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ, അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒട്ടനേകം ആനുകൂല്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും. ചില പുതിയ പുതിയ നിയമങ്ങളും ഇടാകൂടങ്ങളും സാങ്കേതിക കരാറുകളും വന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം ദുസ്സഹമായി തീരും. അപ്പോ അത്തരം പരീക്ഷണങ്ങളെ സംതൃപ്തിയോടുകൂടി ആരാണോ നേരിടുന്നത്, ആ മനുഷ്യന്റെ നേരെയാണ് അല്ലാഹുവിന്റെ സംതൃപ്തി ഉണ്ടാകുക. ആരാണോ ഇതിനോട് വിമിഷ്ടം രേഖപ്പെടുത്തുകയും ശാപം പറയുകയും അനിഷ്ടം രേഖപ്പെടുത്തുകയും ദേഷ്യം പിടിക്കുകയും ചെയ്യുന്നവൻ, അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ കോപവും അവരോടുണ്ടാകും, പടച്ചവന്റെ ഹൃദയമുണ്ടാകും പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്നവർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുന്നാസ് അശദ്ദു ബലാഅൻ. സഅദ് ഇബ്നു അബീ വഖാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾ ആരാണ്, പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാ, പ്രവാചകന്മാരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ, അവരാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അംബിയാക്കന്മാർ. ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹ് വമിൻ ദുർരിയത്തി ഇബ്രാഹീമ വഇസ്രായീല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ. അമ്പിയാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. നബിമാരുടെ ഒരുപാട് പരമ്പരകളായി 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട്, ഒരു പ്രവാചകന്മാരുണ്ട്. അവരെല്ലാവരും മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാണ്. അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ. സുമ്മൽ അംസൽ, സുമ്മൽ അംസൽ. പിന്നെ ഏറ്റവും അല്ലാഹുവിനോട് അടുത്തവരാരാണ്, പിന്നെ ഏറ്റവും തഖ്വ കൂടുതലുള്ളവരാണ്, അവർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണം. ഒരാളുടെ മത ശക്തിക്കനുസരിച്ച്, തഖ്വയുടെ ഖുവ്വത്തനുസരിച്ച്, അല്ലാഹുവിനെ കുറിച്ച് പേടി എത്രമാത്രം അവന്റെ ജീവിതത്തിലുണ്ടോ ആ പേടിയുടെ ശക്തിക്കനുസരിച്ച് അവൻ പരീക്ഷിക്കപ്പെടും. അവന്റെ മതം നല്ല ഉറപ്പുള്ളതാണെങ്കിൽ, ഏറ്റവും ശക്തമായ മതവിശ്വാസിയാണെങ്കിൽ, ജീവിതത്തിൽ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ കഠിനമായി ആ മത നിയമ വേലിക്കെട്ടുകൾക്കനുസരിച്ച് അതിനെ ഒതുക്കി നിർത്തുന്നവനാണെങ്കിൽ അവനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം വരിക. എന്നാൽ മതം മൃദുലമായി പോയവൻ, മതം ദുർബലമായി പോയവൻ, അവന്റെ ദീനിനനുസരിച്ചാണ് അവൻ പരീക്ഷിക്കപ്പെടുക. പരീക്ഷണങ്ങൾ വന്ന് നാനാഭാഗത്തു നിന്നും തിരമാലകളെ പോലെ അവന് പിടികൂടും. ആ പരീക്ഷണങ്ങളിൽ അവൻ ഉറച്ചു നിന്ന്, കാറ്റുകൾ വരുമ്പോൾ പുൽക്കടികൾ ചാഞ്ഞു കൊടുക്കുന്നത് പോലെ അവൻ ചാഞ്ഞു കൊടുക്കും. പക്ഷേ കാറ്റ് പോയാൽ അവൻ നിവർന്നു നിൽക്കും. അങ്ങനെ ആ പരീക്ഷണങ്ങളെ നേരിട്ടാൽ ഭൂമിയിൽ അവൻ നടക്കുമ്പോൾ ഒരു കുറ്റവുമില്ലാത്ത പാപമുക്തനായിട്ടാണ് നടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഒരു പ്രത്യേകമായ ഭൂപ്രദേശത്താണ് നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ വളരെയധികം ദൂരെയാണ്. ഞങ്ങളുടെയൊക്കെ കരയിൽ നിന്ന് നിങ്ങൾ വളരെ ദൂരെ താമസിക്കുന്നവരാണ്. സാധനങ്ങൾ വളരെ അപൂർവമായിട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ജീവിക്കാൻ കുറേയധികം പ്രയാസമാണ്. ഒരുപാട് ജീവിതത്തിന്റെ എളുപ്പം നൽകപ്പെട്ട ആളുകൾ ഉണ്ട്. അവരെക്കാളൊക്കെ പല രംഗത്തും ഇടവും വലവും നിങ്ങൾക്ക് തളീഖുകൾ, നിങ്ങൾക്ക് നിയന്ത്രണങ്ങൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഈ രംഗത്ത് അല്ലാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് അവരെ ദീനിനെ മുറുകെ പിടിക്കണം, സ്വഭാവം നന്നാക്കണം, ദീന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.
പള്ളികൾ നമ്മൾ സ്ഥാപിച്ചാൽ മാത്രം പോരാ, ആ പള്ളികളിൽ ആരാധനകൾ നടക്കണം. അവിടെ എത്രയും നേരത്തെ പള്ളികളിൽ എത്തുന്നവർക്ക് പറഞ്ഞ കൂലികൾ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കണം. നമ്മുടെ കുടുംബങ്ങളെ ആ പള്ളിയിൽ എത്തിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മുടെ വഴിയിൽ നടത്തണം. അതുകൊണ്ട് തന്നെ ഇടവും വലവും യമീനും ശിമാലും മുതില്ല, ഇടവും വലവും വഴി തെറ്റിക്കുന്ന ഒരുപാട് ഏടാകൂടങ്ങളാണ്. ആ ഏടാകൂടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുത്ത് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും മറ്റ് അധാർമിക പ്രവർത്തനങ്ങളുടെയും ഏറ്റവും ശക്തമായ വേലിയേറ്റമാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ശക്തമായി ഇനി നിങ്ങളെയും പിടികൂടാനിരിക്കുന്നു. കാരണം സ്വച്ഛന്തമായി സമാധാനത്തോടുകൂടി യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തിൽ നാശങ്ങൾ കടന്നു വരികയും അവരുടെ ജീവിതത്തെ ദുസ്സഹപ്പെടുത്തുകയും നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ദീനും നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ സംസ്കാരത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കാനിരിക്കുകയാണ്. അത് എല്ലാ ലോകത്തും അത് പരീക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്കും ഉണ്ടാക്കുക. അപ്പോൾ ക്ഷമ അവലംബിച്ച് ദീന് വിടാൻ പാടില്ല. എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അതിനെ മുറുകെ പിടിച്ചു നിൽക്കണം. ആ രൂപത്തിൽ ആത്മധൈര്യത്തോടുകൂടി പടച്ചവന്റെ ദീൻ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله على إحسانه والشكر له على توفيقه وامتنانه. أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه، وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه. أيها الإخوان أوصيكم ثانيا بتقوى الله. സഹോദരന്മാരെ, ഒന്നുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ ആ പരീക്ഷണങ്ങളെ നേരിടുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 156, 157 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അവർ അഭയം തേടുന്നത് എവിടെയാണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മഹ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് ഒരു ബുദ്ധിമുട്ട് വിഷമം വന്ന് പിടികൂടിയാൽ, ഒരു മുസീബത്ത്, ഒരു വിപത്ത് അവരെ ബാധിച്ചാൽ അവരുടനെ തന്നെ തെർജീ ചെയ്യും. എന്താണ് ഇസ്തിർജാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏതൊരു മുസീബത്തും സംഭവിക്കുമ്പോൾ അവർ നേരെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അഭയം തേടുകയാണ് ചെയ്യുക. നമ്മളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നവരാണ്. ഈ ജീവിതം വളരെ നശ്വരമാണ്, നൈമിഷികമാണ്, എന്നവസാനിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളോട് അന്വേഷിച്ചിട്ടല്ല നമ്മൾ ഇവിടെ ജനിച്ചു വീണത്. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതും നമ്മുടെ സമ്മതത്തോടു കൂടിയല്ല. അല്ലാഹു നിശ്ചയിച്ച ഒരു അവധി പൂർത്തിയാക്കിയാൽ ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷം പോലും അത് മുന്നോട്ടാവുകയോ ഒരു നിമിഷം പോലും അത് പിറകോട്ടാവുകയോ ചെയ്യുകയില്ല. എല്ലാ മനുഷ്യരും കൃത്യമായ ഒരു നിർണിതമായ അജലും മുസമ്മ, അറിയപ്പെട്ട ഒരു അവധിയിൽ ആണ് കഴിഞ്ഞുകൂടുന്നത്. അതെല്ലാവർക്കും എപ്പോഴും ഓർമ്മയുണ്ടാകേണ്ടതാണ്. അല്ലാഹു നിശ്ചയിച്ച ഒരു അവധിയിലാണ് എല്ലാവരും. ഒരു നിമിഷം പോലും മുന്നോട്ടോ പിറകോട്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു അടിമക്ക് ഒരു മുസീബത്ത് വരുമ്പോൾ അവർ അല്ലാഹുവിന്റെ അടുക്കൽ അഭയം തേടും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവർക്കിതാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, വറഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം, ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ച ആളുകൾ. സഹോദരന്മാരെ, അതുകൊണ്ട് ക്ഷമ അവലംബിച്ച മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇദാ മാത വൽദുൽ അബ്ദി വലദുൽ അബ്ദി ഖാല അല്ലാഹു ലിമലായികതിഹി ഖബൽതും വലദ അബ്ദി ഫയഖൂലുന നഅം ഫയഖൂലു ഖബൽതും സമറത ഫുആദി ഫയഖൂലുന നഅം
فيقول ماذا قال عبدي فيقولون حمدك واسترجع أي قال الحمد لله إنا لله وإنا إليه راجعون فيقول الله سبحانه وتعالى ابنوا لعبدي بيتا في الجنة وسموه بيت الحمد. സഹോദരന്മാരെ, ഒരു മനുഷ്യന്, ഒരു പിതാവിന്, ഒരു രക്ഷിതാവിന് ഒരു കുട്ടി മരണപ്പെട്ടു. ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം ആ കുട്ടിയുടെ റൂഹ് മലക്കുകൾ പിടിച്ച് അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ആ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എന്റെ ഒരു അടിമയുടെ ഒരു കുട്ടിയെ നിങ്ങൾ മരിപ്പിച്ച് അവന്റെ റൂഹുമായിട്ടാണോ വന്നത്? ഫയഖൂലൂന നഅം, അതെ, ഞങ്ങൾ അവനെ മരിപ്പിച്ചു. ഫയഖൂലു ഖബൽതും സംറത ഫുആദി, അവന്റെ ഹൃദയത്തിന്റെ കഷ്ണം, അവന്റെ സ്നേഹത്തിന്റെ ഭാജനം, അവന്റെ വികാരത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അവന്റെ കുഞ്ഞ്, ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കുന്ന അവന്റെ കുഞ്ഞിനെയാണോ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നത്? ഖാലൂ നഅം ഫയഖൂലൂന നഅം, മലക്കുകൾ പറയും അതെ. ഫയഖൂലു മാദാ ഖാല അബ്ദി, അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ഓമന കുഞ്ഞിനെ മരിപ്പിച്ചപ്പോൾ അവന്റെ അടിമ എന്താണ് പറഞ്ഞത്? മലക്കുകൾ പറയും ഫയഖൂലൂന ഹമിദക വസ്തർജഅ, അവൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത് മലക്കുകളോട്? ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ഈ ക്ഷമ അവലംബിച്ച്, കുഞ്ഞു മരിച്ചപ്പോൾ ക്ഷമ അവലംബിച്ച് അല്ലാഹുവിൽ സർവസ്വവും അർപ്പിച്ച ഈ മനുഷ്യന് വേണ്ടി ഒരു വീട് സ്വർഗത്തിൽ പണിയുക. ആ വീടിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട്. ഏറ്റവും വലിയ അസഹനീയമായ ഒരു ദുരന്തം സംഭവിച്ചപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് പണിയുക, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് അല്ലാഹു പറഞ്ഞതായി നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മുസീബത്തുകൾ സംഭവിക്കുമ്പോൾ നാം എന്താണ് പറയേണ്ടത്? എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രതികരണങ്ങൾ? അതിന്റെ ഇന്തിബാഅത്ത്, പരീക്ഷണങ്ങളെ നേരിടുന്ന അവസരത്തിൽ ഒരു മുഅ്മിനുണ്ടാകേണ്ട അവന്റെ പ്രതികരണങ്ങൾ എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ സലമയുടെ ഭാര്യയായിരുന്നു. അബൂ സലമ നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹാബിയാണ്. അബ്സീനിയയിലേക്ക് പോലും ഹിജ്റ പോയിട്ടുള്ള സഹാബിയാണ് അബൂ സലമ. ആ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വളരെയധികം ദുഃഖിച്ചു, വളരെയധികം വിഷമം നേരിട്ടു. ആ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു മാ അമറല്ലാഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ ഇല്ലാ അഖലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഒരു മുസീബത്ത് ബാധിക്കുന്ന ഒരു മുസ്ലിം പറയുകയും പിന്നെ അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബതി, എനിക്ക് സംഭവിച്ച വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇപ്പോൾ ഞാൻ അനുഭവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത അവസ്ഥ സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നും പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. എന്റെ ഭർത്താവായ അബൂ സലമ മരിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ആജിർനി ഫീ മുസീബതി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഖൈറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയാണ് വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ഇതുവരെയുള്ള അനുഭവിച്ച സുഖത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അവൻ അല്ലാഹു നൽകും എന്ന് റസൂൽ പറഞ്ഞത് ഞാൻ കേട്ട് പ്രാർത്ഥിച്ചു. യഥാർത്ഥത്തിൽ അബൂ സലമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പകരം ഭർത്താവായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിട്ടി. അവർ പറയാണ്, സുമ്മ ഇന്നി ഖുൽതുഹാ ഫഅഖലഫല്ലാഹു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകി ലിയുർസിലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് ഭർത്താവായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നവർ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പലപ്പോഴും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോൾ വളരെ ധിക്കാരപരമായി അതിനോട് പെരുമാറുകയും
പടച്ചവനോട് ദേഷ്യം രേഖപ്പെടുത്തുകയും എന്നാൽ തന്നെ പള്ളി തന്നെ വേണ്ട, നിസ്കാരം തന്നെ വേണ്ട, മതം തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കടുത്ത കോപം രേഖപ്പെടുത്തി മതത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും അവന്റെ ജീവിതത്തിൽ ഇതുവരെ അവൻ പാലിച്ച മര്യാദകളിൽ നിന്നൊക്കെ തെറ്റിപ്പോകുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മിനൻ നാസി മൻ യഅബ്ദുല്ലാഹ അലാ അർഫിൻ ഫഇൻ അസാബഹു ഖൈറൻ തുമഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്റത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസറ ദുനിയ വൽ ആഖിറ. സൂറത്തുൽ ഹജ്ജിന്റെ 11ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, യഅബ്ദുല്ലാഹ അലാ അർഫിൻ, ഒരു തെല്ലിൽ നിന്നുകൊണ്ട്, ഒരറ്റത്ത് നിന്നുകൊണ്ട്, ഒരു ഞാണിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ ആരാധിക്കും. അവർക്ക് ഖൈറാണ് കിട്ടുന്നതെങ്കിൽ വളരെ സന്തോഷം, അവൻ അത് ശാന്തതയോടുകൂടി സമാധാനത്തോടുകൂടി അവൻ തൃപ്തിപ്പെടും. ഇനി അവന് വല്ല ഫിത്നയും വല്ല പരീക്ഷണങ്ങളും അവൻ നേരിടുന്നതെങ്കിൽ അവൻ നേരെ പിറകോട്ട് പോകും. അതുവരെയുള്ള അവന്റെ ഗുണകരമായ ജീവിതം മുഴുവൻ അവൻ ഉപേക്ഷിക്കും. അള്ളാഹുവിനോട് അവൻ കോപം രേഖപ്പെടുത്തും. എന്നെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചല്ലോ എന്ന നിലയ്ക്ക് എല്ലാറ്റിനോടും ഒരു അനിഷ്ടം. ഇപ്പൊ പള്ളിയോട് വെറുപ്പ്, വിശുദ്ധ ഖുർആനോട് വെറുപ്പ്, സമൂഹത്തോട് വെറുപ്പ്, ദീനിനോട് വെറുപ്പ്, അങ്ങനെ എല്ലാവരോടും ഒരു വെറുപ്പ് രേഖപ്പെടുത്തി നേരെ വിപരീത ദിശയിലേക്ക് അവൻ യാത്ര തുടങ്ങും. അങ്ങനെ എല്ലാ നന്മകളും അവൻ അവസാനിക്കും, എല്ലാ തിന്മകളിലും അവൻ ചെന്ന് ചാടും. അങ്ങനെയുള്ള അവനാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അത് നമുക്ക് ഗുണകരമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് നാം ഒരു ചാണെടുത്താൽ അല്ലാഹു ഇങ്ങോട്ട് ഒരു മുഴമെടുക്കും. നാം ഒരു മുഴം ഇങ്ങോട്ട് എടുത്താൽ അല്ലാഹു ഒരു മാറിങ്ങോട്ട് എടുക്കും. നാം അവന്റെ അടുക്കലേക്ക് നടന്നു ചെന്നാൽ അല്ലാഹു ഇങ്ങോട്ട് ഓടി വരും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ഈ ഭൂമി മുഴുവൻ നിറഞ്ഞ കുറ്റകൃത്യങ്ങളുമായി പടച്ചവന്റെ അടുക്കലേക്ക് നീ ചെന്ന് പശ്ചാത്തപിച്ചാൽ, അതിന് ഖേദം പ്രകടിപ്പിച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്താൽ, അതിനേക്കാൾ നിറച്ച് പശ്ചാത്താപത്തോടെയും പ്രതിഫലത്തോടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തിരിച്ചു നൽകും. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അവൻ എല്ലാ കുറ്റങ്ങളും പൊറുക്കുന്നവനാണ്, അവൻ അങ്ങേറ്റം കാരുണ്യവാനാണ്. ഇത് വിശുദ്ധ ഖുർആൻ നൽകുന്ന വാഗ്ദാനമാണ്. ഒരു സഹോദരന്മാരെ, ജീവിതത്തിൽ ക്ഷമ അവലംബിച്ച് പടച്ചവന് സർവസ്വവും അർപ്പിച്ച് ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നേരിട്ട് അള്ളാഹുവിന്റെ ആ മഹത്തായ അനുഗ്രഹങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا يا غافر المذنبين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما وجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.